സ്വന്തം നട്ടെല്ലും മുഖ്യമന്ത്രിയുടെ നട്ടെല്ലും സ്വപ്നയ്ക്കും മോദിക്കും റിയാസ് പണയം വെച്ചിരിക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ. കിച്ചൺ ക്യാബിനറ്റിന്റെ ആനുകൂല്യം നേടിയല്ല വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായത്. പ്രതിപക്ഷത്തിന്റെ നട്ടെല്ലിന് ബലമില്ലെന്ന് പറഞ്ഞാൽ പ്രതികരിക്കും. റിയാസിന്റെ പണിയെടുത്താൽ മതിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്വന്തം നട്ടെല്ലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നട്ടെല്ലും സ്വപ്നയ്ക്കും മോദിക്കും ഒരേ സമയം പണയം വെച്ചവർ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നട്ടെല്ലിൻ്റെ ബലം അളക്കണ്ട എന്നാദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിരന്തരമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആക്ഷേപിച്ച് പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാനനഷ്ടത്തിന് കേസ് പോവാൻ പോലും ആർജവും കാണിക്കാത്ത ആളുകൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ നാടിനെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗങ്ങളിൽ എവിടെയും മോഡിയുടെ പേര് പറഞ്ഞൊരു വിമർശനം പോലും നടത്താത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ RSS വിരുദ്ധതയുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകേണ്ട കാര്യമില്ല. ഞങ്ങൾ RSSനോടും BJPയോടും സന്ധിയില്ലാതെ കേരളത്തിലും ഇന്ത്യയിലും പൊരുതിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. പാർലമെൻറ്റിൽ BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതികരണം നടത്തുന്നത് കേരളത്തിൽ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ MP-മാരാണ്. നിയമസഭക്കകത്തും പുറത്തും അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാറുണ്ട്. UDFും കോൺഗ്രസും നിയമസഭയെ ബോധപൂർവം സംഘർഷവേദിയാക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. സ്പീക്കറെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് ജനാധിപത്യ വിരുദ്ധമാണ്. നിയമസഭയിൽ ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. UDFന് ജനാധിപത്യത്തോട് അസഹിഷ്ണുതയാണ് എന്നും മതനിരപേക്ഷ ജനാധിപത്യവാദികൾ പ്രതിഷേധത്തിൽ അണിചേരണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിഷേധിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഉണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസ് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം സ്പീക്കർക്കുണ്ട്. എന്നാൽ സഭയിലെ പ്രതിഷേധത്തിന് ശേഷം സ്പീക്കറുടെ ഓഫീസ് ഉപരോധിക്കുക എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് സ്പീക്കർ എന്നാണ് പൊതുവെയുള്ള ധാരണ. അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തന രീതിയാണ്. സ്പീക്കറുടെ ഓഫീസ് ഉപയോഗിച്ചതിൻ്റെ സമീപനം, ആ തരത്തിലുള്ള ഒരു നിലപാട് ജനാധിപത്യ പ്രക്രിയയോടുള്ള UDFിൻ്റെ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത്.